മാമലക്കണ്ടം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റായ ഒരു സ്ഥലമാണല്ലേ. ഇവിടുത്തെ ഈ സ്ഥലത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ വരി ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ മറക്കരുത്. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ആളുകളും അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇത്രയ്ക്കും പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വളരെ ചുരുക്കി കാണലുണ്ടാവുള്ളൂ. അതും ഇവിടുത്തെ യാത്രകളുണ്ടല്ലോ, നമുക്ക് എന്നും വീണ്ടും തിരിച്ചു വരണം എന്നൊരു തോന്നും. ഈ ഒരു ജീപ്പ് സഫാരിയോടെ ഉണ്ടല്ലോ, എനിക്ക് വീണ്ടും ഒരു ചെറിയൊരു മഴയ്ക്കുള്ള സമയത്ത് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ജീപ്പ് ഡ്രൈവറിനോട് തന്നെ ചോദിക്കാം കേട്ടോ. അഖിൽ എന്നായിരുന്നു മൂപ്പരെ പേര്. അടിപൊളി മനുഷ്യൻ. മൂപ്പരായിട്ട് വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കാനും മൂപ്പർ കുറേ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് കുറേ വ്യൂ പോയിൻറ്റ്സും അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആ മൂപ്പരോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം. സ്കൂള് കാരണമല്ലേ ഫേമസ് ആയത്? സ്കൂള് നമുക്ക് ഗവൺമെൻറ് സ്കൂളാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അത് ആണ് ഫ്രെയിമിൽ കിട്ടുന്നുണ്ട് ഫോട്ടോയ്ക്ക്. അപ്പോൾ അങ്ങനെയാണത് ഫേമസ് ആവുന്നത്. യൂട്യൂബറായിട്ടൊരു എബിൽ എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു ഇവിടെ. ആളാണത് പുറത്തേക്ക് വിടുന്നത്. അതിനുശേഷം പിന്നെ ആളുകൾ ഇങ്ങോട്ട് ചേഞ്ചായി. ആനയെ കാണാൻ പറ്റും, മൃഗങ്ങളുണ്ട്. ആദ്യമായിട്ട് മൃഗങ്ങളുള്ള സ്ഥലമാണ്. നമ്മുടെ മൂന്നാർ ഡിവിഷനും കോടനാട് ഡിവിഷനും പെട്ട സ്ഥലമാണിത്. എന്തായാലും ആനനെ കാണാൻ ഉറപ്പായിട്ട് ആന കാണാം. അല്ലെ, ഒരുവിധം എല്ലാ സ്ഥലത്തും കാണാന്ന് പറഞ്ഞിട്ട് നമ്മൾ സഫാരിക്ക് ഇറങ്ങും, പിന്നെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പകല് കാണാൻ പറ്റില്ല. പകല് 3 മണിക്ക് ശേഷമാണെങ്കിൽ ആന ഇറങ്ങുന്നത്. സമയം വൈകുന്നേരങ്ങളിലാണ് ഇവര് വെള്ളം കുടിക്കാൻ വേണ്ടി റോഡിലേക്ക് വരുന്നത്. വെള്ളമുള്ള ഏരിയയിലേക്ക് വരും. കൂടുതൽ നമുക്ക് റോഡ് സൈഡിലാണ് വെള്ളമുള്ള ഏരിയ. പിന്നെ വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഇവര് വെള്ളമൊക്കെ കുടിച്ചൊന്ന് വിശ്രമിക്കുന്ന സമയം റോഡിൽ എപ്പോഴും ഉണ്ടാവും. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തൊരു വാട്ടർഫാൾസിൽ ഇങ്ങനെ എപ്പോഴും ആനക്കുളം എന്ന് പറയും. അത് നമ്മൾ ഇവിടുന്ന് 17 കിലോമീറ്റർ ആണ് ഉള്ളിൽ കൂടെ, വനത്തിനുള്ളിൽ കൂടെ. അത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറുണ്ട് ഈ വെള്ളത്തിന്. അത് ഒരുപാട് ആളുകൾ വന്ന് ഇതിന് പരീക്ഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിന് ഒരു മധുരം ഉണ്ടെന്നാണ് പറയുന്നത് വെള്ളത്തിന്. വെള്ളത്തിന് ആന കുടിക്കുന്ന ആ ഏരിയയിൽ. അപ്പൊ അതൊരു കല്ല് വെച്ച് മറച്ചു വെച്ചിട്ട് അത് പോകണത്. വെള്ളത്തിനുള്ളില് ഒരു കല്ല് അവര് മാറ്റിയിട്ടാണ് ഇത് കുടിക്കുന്നത്, ഈ ഓറ്. അത് കഴിഞ്ഞിട്ട് അവര് തന്നെ കല്ല് തിരിച്ചു വെക്കും. അങ്ങനെയാണ് അത്. ചിലപ്പോൾ കൂട്ടമായിട്ട് 10, 30, 50 എണ്ണം ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതൊരു 6 മണി 5:30 ശേഷമാണ് അവിടെ എപ്പോഴും ആന ഇറങ്ങുള്ളൂ. പകലില്ല, രാത്രിയാണ്. അപ്പൊ നിങ്ങളൊക്കെ ഈ ആനനെ കണ്ടിപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആന ഞങ്ങൾക്ക് പേടിയില്ല, ഭയമൊന്നുമില്ല. എത്ര ആന വന്നാലും ഞങ്ങൾക്ക് വേറെ മാർഗമില്ലല്ലോ ഇവിടുന്ന് പോകാനും വരാനും. അപ്പം അവര് വന്നിങ്ങനെ വീട് തല്ലിപ്പൊളിയും ചിലപ്പോൾ വണ്ടിക്കിട്ട് തട്ടും ഒക്കെ ചെയ്യും. ഒരുപാട് ആളുകളെ ആന ചവിട്ടിക്കൊണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ ഈറ്റ വെട്ടും. നമ്മുടെ പത്രം മില്ലില്ലേ, അങ്ങനെയുള്ള മില്ലിലേക്കുള്ള ഈറ്റ പോണത്, മുള പോണത് ഇവിടുന്നാണ്. അപ്പോൾ ആളുകൾ ഒരുപാട് ഈ ലേഡീസും ഉണ്ടാവും ജെൻസും ഉണ്ടാവും. അവരാണ് കാടിനുള്ളിൽ പോയി ഒരാഴ്ച 2 ആഴ്ച കിടന്ന് വെട്ടി കൂട്ടി വെച്ചിട്ട് അത് ലോറി വന്ന് എടുത്തിട്ട് പോകും. അപ്പം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ പേയ്മെൻറ്റ് കൊടുക്കുള്ളൂ ഇവർക്ക്. അങ്ങനെ ആവറൂട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇതിനുള്ളിൽ, കാടിനുള്ളിൽ. അത് ശരിക്കും പറഞ്ഞൊരു പട്ടണം പോലെ ഇവർക്ക് ആളുകൾക്ക് വേണ്ടി പൈസ കൊടുക്കാനും ഫുഡിനുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി കുറേ ഷോപ്പിംഗ് സെൻ്ററൊക്കെ ആയിട്ട് കാടിനുള്ളിൽ. അതൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. ആ സീസൺ കഴിയുമ്പോൾ അത് പൊളിച്ചു പോകും. ഈ അടുത്ത സീസണിൽ വീണ്ടും. അതൊന്നും മൃഗങ്ങളൊന്നും ചെയ്യില്ല, എപ്പോഴും ആനയാണ്. പക്ഷെ ഈ ചേച്ചിമാരൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആന നിൽക്കുന്നിടത്തേക്ക് ഈറ്റ വെട്ടി കയറി ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒച്ച കേൾക്കുമ്പോൾ പതുക്കെ അവർ ഇറങ്ങി മാറും. ചിലപ്പോൾ ആൾക്കാരെ ചവിട്ടിക്കൊല്ലും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ അത് ഈ കൂപ്പായതുകൊണ്ട് കൂപ്പ് ലേലത്തിലെടുക്കുന്ന മുതലാളിമാർ കുറേ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇന്നൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാട്ടിക്കാർ ഒരു ഈച്ച കുത്തിയാൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും. ഇപ്പം ഒന്നും കിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടി അതൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് നല്ല കാറ്റ്, നല്ല വെള്ളം, നല്ല ഓക്സിജൻ, വേറെ ഒരു എന്താ പറയുക, ഫാക്ടറി അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ. താമസിക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ കുറവാണ്. വന്നെത്താനും ഇതിൽ വന്നാലും 3 വഴിയേ ഉള്ളൂ. അതിലൊരു വഴി ഇപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കുന്നു. ബാക്കി 2 വഴി വന്നാലും ആനയുണ്ട്. 3 വഴിയിലും ആനയുണ്ട് ശരിക്കും. പിന്നെ മൂന്നാർ നമുക്ക് അടുത്താണ്. കാട്ടിക്കൂടെ പോവുകയാണെങ്കിൽ 18 ഒരു 30 കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് ചെല്ലാൻ പറ്റും.